എല്ലാവർക്കും ലണ്ടൻ വിശേഷങ്ങളിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഡ്രൈവിങ്ങിന്റെ ടിപ്സുകളെ കുറിച്ചിട്ടാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ ചാനലുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള സമരങ്ങളും കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റിന് വന്ന ഒരു പെൺകൊച്ചിനെ എല്ലാവരും കൂടിയിട്ട് കുറേ പേര് കൂട്ടിയിട്ട് ഹരാസ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ കാണാനിടയായിട്ട് വന്നു. എത്രത്തോളം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടായിരിക്കും അദ്ദേഹം ആ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നത്. നമ്മുടെ മലയാളികൾ എന്തുകൊണ്ടാണ് ഇത്രയും തരം താണ് പോകുന്ന ഡ്രൈവിംഗ് സംസ്കാരത്തിലേക്കെന്ന് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ഒരു ജംഗ്ഷനിൽ ഒരു മെയിൻ റോഡിലേക്ക് നമുക്ക് എങ്ങനെ എൻട്രി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള കണ്ടന്റ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലണ്ടൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വർത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൂടി സജസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മള് മലയാളികൾക്ക് കേരളത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഗുണഗണമുണ്ട്. ആ ഒരൊറ്റ ഗുണഗണത്തിന്റെ പുറത്താണ് നമ്മൾ മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ നല്ല കുഞ്ഞായിട്ട് ഡ്രൈവ് ചെയ്യുകയും നാട്ടിൽ വരുമ്പോൾ ഒന്ന് പോടാവേ എന്നുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നത്. ആ ഒരു നല്ല സവിശേഷ ഗുണത്തിന്റെ പേരാണ് ക്ഷമ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഡ്രൈവർമാരായിട്ടുള്ളവരായാലും നമ്മൾ നാട്ടിൽ ചെന്ന് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒട്ടുമില്ലാത്തൊരു കാര്യമാണ് ക്ഷമ. റോഡിൽ നമുക്ക് ക്ഷമയില്ല. ആ റോഡിൽ ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് പല ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയും ആക്സിഡന്റ് ഉണ്ടാവും. ഓവർ സ്പീഡ് നമ്മൾ വളവുകളിൽ ഓവർടേക്ക് ചെയ്യുകയും മറ്റുള്ള വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടിക്കുകയും എത്രയോ കുടുംബങ്ങളാണ് അനാഥരായി പോകുന്നതെന്ന് അറിയാവോ. ഇരിക്കുന്നവന് പട്ടിയെ പേടിക്കണ്ട എന്ന് പറയുന്ന പോലെ തന്നെ വലിയ വാഹനങ്ങളിൽ ഇരിക്കുന്ന ഡ്രൈവർമാർക്ക് കുഞ്ഞു കുഞ്ഞു ബൈക്കുകാരെയും കാറുകാരെയും ചെറിയ ചെറിയ സ്കൂട്ടറുകാരെയും ഒന്നും മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. നമ്മുടെ നാട്ടിലുള്ള ഡ്രൈവർമാരുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടില് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ വർഷത്തെയും ആക്സിഡന്റ് റേറ്റുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് മുകളിലോട്ട് പോവുകയല്ലാതെ ആ ഒരു ആക്സിഡന്റ് റേറ്റിന്റെ ഗ്രാഫ് താഴോട്ട് വരുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ചില സിറ്റികളിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടില് അപകടങ്ങൾ എങ്ങനെ കുറയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് സംസ്കാരം നമ്മൾ നല്ലതാണോ, നമ്മൾ എന്താ പറയണ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ചിന്ത നമ്മൾ തുടങ്ങേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക കേട്ടോ കേരളത്തില്. എല്ലാ മന്ത്രിമാരും അതുപോലെ തന്നെ വലിയ വലിയ പൊസിഷനുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വിദേശ രാജ്യങ്ങളിൽ ടൂറായിട്ടും വിദേശ രാജ്യങ്ങൾ പഠിക്കാനും വിദേശ രാജ്യങ്ങൾ പാലിക്കുന്ന രീതികൾ കാണാനും കണ്ട് മനസ്സിലാക്കാനും അത് നമ്മുടെ നാട്ടിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള നാടെന്നൊക്കെ വേണമെങ്കിൽ പറയാലോ. നമ്മുടെ മലയാളികൾ ഗൾഫിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ, എത്രയധികം മലയാളികളുള്ളത്. ഈ മലയാളികളെല്ലാം ആ രാജ്യങ്ങളിൽ പോയി വളരെ അന്തസ്സോടുകൂടി മാന്യമായിട്ട് നിയമങ്ങൾ പാലിച്ച് ഡ്രൈവ് ചെയ്യുകയും എന്നാൽ അവനവന്റെ സ്വന്തം നാട്ടിൽ വരുമ്പോൾ കുണ്ണായ്മത്തരം കാണിച്ച് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങളുടെ നിരക്ക് കുറയാത്തതെന്നാണ് എൻ്റെ ഭാഷ്യം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിൽ ഞാൻ എത്തിയിട്ട് 1 വർഷമായി. ഈ 1 വർഷം കൊണ്ട് ഡ്രൈവിംഗ് സംസ്കാരത്തിൽ എനിക്ക് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ റാഷ് ഡ്രൈവിങ്ങും അതുപോലെ തന്നെ വളവുകളിൽ ഓവർടേക്കുകളും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഡ്രൈവിംഗ് കൾച്ചറിൽ ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ ആക്സിഡന്റ് ഉണ്ടായി എൻ്റെ കാല് വരെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ട്രാഫിക് സംസ്കാരം നമ്മൾ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ റോഡ് സംസ്കാരം നമ്മൾ സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കുന്നതെന്ന് വെച്ചാൽ ലൈസൻസ് എടുക്കുന്ന സമയത്തും പഠിക്കണില്ല. ആകെ 10-15 ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു തിയറി എക്സാമിന്, ലേണേഴ്സ് ലൈസൻസിന്. അത് എന്തെങ്കിലും കറക്കി കുത്തിയായാലും നമ്മൾ പാസ്സാവും. ആ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിയമങ്ങളെ കുറിച്ചോ റോഡിൽ എന്തൊക്കെ പാലിക്കണം എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും നമ്മൾ ബോധവാന്മാരില്ല. ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അന്ന് ഞങ്ങൾ 3000 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ആ 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടുമായിരുന്നു. അപ്പോൾ റോഡിൽ ഒന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ എച്ചെടുക്കണം, എട്ടെടുക്കണം. ഓട്ടോറിക്ഷയ്ക്ക് ആണെങ്കിലും എച്ചെടുക്കണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ആ ട്രാഫിക് നിലവാരമില്ലായ്മ, റോഡിൽ നിലവാരമില്ലാത്ത ഡ്രൈവർമാരെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വിട്ട് റോഡ് നിരത്തുകളിൽ അപകട കുഴികളാക്കി മാറ്റുന്നത് നമ്മുടെ സംവിധാനങ്ങൾ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. 10 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളില് റോഡുകളുടെ നിലവാരത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി, അദ്ദേഹം ഭയങ്കരമായിട്ട് ദീർഘവീക്ഷണമുള്ളൊരു ആളാണ്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിൽ ഭാരത്മാല പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഓൾ ഓവർ ഇന്ത്യയിൽ നാഷണൽ ഹൈവേ, ലോകത്ത് തന്നെ നമ്മൾ ചൈനേനെയും കവർ ചെയ്തു പോയി,
ഹൈവേകളുടെ ലെങ്ത്തിൽ അത്രയധികം നമ്മൾ ഡെവലപ്മെന്റ് വന്നിട്ടുള്ള ഒരു കാര്യമാണ് റോഡ്. റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലായിട്ടുള്ള കാര്യം. ആ റോഡ് സെറ്റായി, ആ റോഡിൽ നമ്മൾ എങ്ങനെ വാഹനം ഓടിക്കണം എന്നുള്ളത് വലിയ നമ്മൾ ഇതുവരെ സെറ്റായിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു എന്താ പറയണേ, ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് കുറച്ച് പൈസയും കൊടുത്ത് കുറച്ച് കൈക്കൂലിയും കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ മാറിയിട്ടില്ല ഇതുവരെ. അത് മാറാനായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ലൈസൻസ് ടെസ്റ്റുകൾ വന്ന് തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഇത്ര സ്ലോട്ട് മാത്രമേ നൽകുകയുള്ളൂ, അത്രയും സ്ലോട്ട് മതി. എല്ലാവരും എന്തിനാണ് ഒരു ദിവസം 100-200 ഡ്രൈവർമാരെ ജനിപ്പിച്ച് റോഡിലേക്ക് ഇറക്കി വിട്ടിട്ട് എന്ത് ഗുണമാണ് വേണ്ടത്? ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്വാളിറ്റിയുള്ള ഡ്രൈവർമാരായി റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും സുരക്ഷിതം ഉണ്ടാവുകയാണ് ചെയ്യണത്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വേറൊരു ഡ്രൈവറെ കൊണ്ടുവന്ന് ഇടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കുന്ന അതേ നാണയത്തിൽ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന ഡ്രൈവറും കൂടി സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു കൾച്ചർ വന്നാൽ മാത്രമേ നമ്മുടെ നാട് സുരക്ഷിതമാവുകയുള്ളൂ. നമ്മുടെ കേരളത്തില് നല്ല റോഡുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഡ്രൈവർമാരുണ്ടാവേണ്ടത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ഞാനിവിടെ യൂറോപ്പിൽ വന്നതിന് ശേഷം നമുക്ക് ലൈസൻസ് കിട്ടുകയും ലൈസൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു ചേട്ടൻ കമന്റ് ഇട്ടാണ്, UK വന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് ലൈസൻസ് കിട്ടി. തിയറി ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും, ഇന്നലെ തിയറി ടെസ്റ്റും ഇന്ന് പ്രാക്ടിക്കൽ ടെസ്റ്റും പാസ്സായി എനിക്ക് ലൈസൻസ് കിട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ കിട്ടിയ സമയത്ത് ഒരു ചേട്ടനടിയിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഒരു ചേട്ടൻ കമന്റ് ഇട്ടു, 9 തവണ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫെയിലായി കൂട്ടുകാരാന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളമായിരിക്കും. അപ്പോൾ എത്രയധികം ബുദ്ധിമുട്ടുകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ. അപ്പം നമ്മുടെ കേരളത്തിൽ നമ്മൾ വെറും കുറച്ച് പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ പോയി ഒന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അപകടകരമായിട്ടുള്ള എന്താ പറയണേ, ഈ ബോംബ് ഉണ്ടാക്കിയിട്ട് ബോംബ് റോട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയധികം അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മാത്രം സുരക്ഷിതമായിട്ട് ഇരുന്നാൽ മാത്രം പോരാ, നമ്മളെ ഓപ്പോസിറ്റുള്ള റോട്ടിലുള്ള എല്ലാ പാസഞ്ചേഴ്സിനും, കാൽനടക്കാരനായിക്കോട്ടെ ആരായിക്കോട്ടെ, അവരൊക്കെ സുരക്ഷിതമായിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ തിരിച്ചെത്തിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ട്രാഫിക് സംസ്കാരം മാറേണ്ടതാണ്. അതിന് ഇനിയെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല എങ്കിൽ വരും കാലഘട്ടങ്ങളിൽ നമ്മൾ അതിഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളായിരിക്കും, നമുക്ക് റവന്യൂ ലോസ് ആയിരിക്കും നമ്മുടെ റോഡുകളിൽ ഉണ്ടാവുക. കാരണം ഒരു പൗരൻ അദ്ദേഹം ആക്സിഡൻ്റായി കിടപ്പിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മരുന്നും കാര്യങ്ങളുമായിട്ടുള്ള ചിലവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സർക്കാരിലേക്ക് കിട്ടേണ്ട ടാക്സ് അടക്കം എല്ലാം കാര്യത്തിലും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം അദ്ദേഹം നല്ലൊരു ഡ്രൈവറായിട്ട് വാഹനം ഓടിക്കുകയും അദ്ദേഹത്തിന് ആക്സിഡൻറ്റുകളൊന്നും ഇല്ലാതെ നമുക്ക് സുരക്ഷിതമായിട്ടൊരു റോഡ് നമ്മുടെ പൗരന്മാർക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ റോഡും ഡ്രൈവിംഗ് കൾച്ചറും അതിന് നമ്മൾ പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നല്ല കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ റോഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ പലർക്കും നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കമന്റുകളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. നെഗറ്റീവുകളൊക്കെ മറക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. റോഡിൽ കള്ളു പിടിച്ചിട്ട് ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും നമുക്ക് മദ്യം കഴിച്ചതിന് ശേഷം വാഹനം ഓടിക്കാൻ പറ്റില്ല. ഇത്ര ml കൂടുതൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇത്ര വർഷത്തേക്ക് പിന്നീട് നമുക്ക് ലൈസൻസ് കിട്ടുക പോലും ഇല്ല. അപ്പം അങ്ങനെയുള്ള അതുപോലെ ഡ്രൈവിംഗ് പോയിന്റുകൾ, നമ്മളൊരു ലൈന് ഓവർടേക്കിംഗ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഓവർടേക്കിംഗ് ചെയ്ത് ഒരു ക്യാമറയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക് പോയിന്റ് കിട്ടുകയാണ്. അതുപോലെയുള്ള 6 പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും അതുപോലെ വാർണിംഗ് ലെറ്റർ കിട്ടാനും അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ മോഡിഫൈ ചെയ്ത് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക, ഗൾഫ്, യൂറോപ്പ് എല്ലാ രാജ്യങ്ങളും സുരക്ഷിതമായിട്ട് ആളുകൾ ഡ്രൈവ് ചെയ്യുന്നത്. അതിനാൽ നമ്മുടെ കേരളത്തിലും അങ്ങനെയുള്ള ട്രാഫിക് സംസ്കാരം വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. 1-2 കാര്യങ്ങൾ മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അപകടത്തിന്റെ റേറ്റ് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിൽ ആദ്യമായിട്ട് വേണ്ട കാര്യമാണ് ക്ഷമ എന്നുള്ള കാര്യം. നമ്മൾ ക്ഷമയോടുകൂടി ഡ്രൈവ് ചെയ്യാനായിട്ട് ഓരോരുത്തരെയും പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഓരോ വാഹനങ്ങളും തമ്മിലുള്ള അകലം, എത്ര അകലത്തിൽ നമ്മൾ വാഹനം ഓടിക്കണം എന്നുള്ള കാര്യം പഠിപ്പിക്കണം കൃത്യമായിട്ട്. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓരോ ഡ്രൈവർമാർക്കും നമ്മൾ റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് വാഹനം എങ്ങനെ ഓടിച്ച് വീട്ടിൽ തിരിച്ച് സുരക്ഷിതമായിട്ട് എത്താം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും നല്ല റോഡുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പ്രസ് ഹൈവേ ലെവലിലേക്കുള്ള റോഡുകൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്കുള്ള കാലഘട്ടങ്ങളിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡ്രൈവിങ്ങും അസുരക്ഷിതമായിട്ടുള്ളൊരു ഡ്രൈവിങ്ങും നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്കിടെ മൈൻഡ് സെറ്റ് മാറണം. അനാവശ്യമായിട്ടുള്ള ഹോണടികൾ നിർത്തണം. കാരണം ഇപ്പോൾ സിഗ്നലുകളിലൊന്നും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് കാത്തു കിടക്കേണ്ടതായിട്ടുണ്ടാവില്ല പല സ്ഥലത്തും. അപ്പോൾ നമുക്ക് കൂൾ മൈൻഡോട് കൂടി ഡ്രൈവ് ചെയ്യാവുന്ന ഒരു റോഡ് ആണ് നമുക്ക് നിർമ്മിച്ച് കൊണ്ടിരിക്കുന്നത്. 2025 അത് പ്രാബല്യത്തിൽ എല്ലാവർക്കും തുറന്നു കിട്ടും. കേരളത്തിലൊക്കെ നല്ല എക്സ്പ്രസ് ഹൈവേകൾ കിട്ടും. അപ്പോൾ ആ എക്സ്പ്രസ് ഹൈവേകളിൽ പോയി മരിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് നമ്മുടെ ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായിട്ട് ഉള്ള ഒരു ഡ്രൈവിങ് ശീലിക്കാൻ ശ്രമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ലണ്ടൻ വിശേഷങ്ങളിലെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാതെ എല്ലാവരോടും ബൈ ബൈ.